നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവള് വീണ്ടും തലപ്പൊക്കാണല്ലോ വർഷ. എനിക്കിപ്പോ ബലമായ സംശയമുണ്ട് ചേച്ചി. ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചത് രാഖിയുടെ ഗുണ്ടകളാണോന്ന്. ആ സംശയം എനിക്കുണ്ട്. എന്തായാലും മോളുടെ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. അമ്മേ, അമ്മേ, കണ്ണു തുറക്ക്. അമ്മേ, എഴുന്നേക്കമ്മേ. അമ്മേ, 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 എണീക്കമ്മേ. അമ്മേ, കണ്ണു തുറക്ക്. അമ്മേ, അമ്മേ, കണ്ണു തുറക്ക്. അമ്മേ, കണ്ണു തുറക്ക്. അമ്മേ. ചന്ദ്രു, എന്തു പറ്റി? അറിയില്ല. ചന്ദ്രു, കണ്ണു തുറക്ക്. ചിരിച്ച് വർത്തനം പറഞ്ഞൊക്കെ നിന്നതാ. പെട്ടെന്ന് നമ്മ തളർന്നു വീഴായിരുന്നു. അച്ഛാ, നമുക്ക് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വരാൻ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെയൊന്നും ഉണ്ടായില്ല ചന്ദ്രു. അമ്മേ, അമ്മേ, കണ്ണു തുറക്കമ്മേ. അമ്മേ, എന്താ എന്തു പറ്റി? അമ്മ കണ്ണു തുറക്കുന്നില്ല. അമ്മേ, ഞാൻ ആംബുലൻസ് വിളിക്കാം. അച്ഛാ, വെള്ളം. അമ്മേ, അമ്മേ, ചന്ദ്രു. അമ്മേ, 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 അമ്മേ. ചന്ദ്രു, നിനക്ക് എന്താ പറ്റിയത്? പറയുന്നുണ്ട് മറ്റൊന്നും തോന്നരുത്. എല്ലാവരും ഒന്ന് മാറി നിൽക്കോ. ഞാൻ അമ്മയൊന്ന് നോക്കട്ടെ. ഇത് എന്റെയും കൂടെ അമ്മയാണല്ലോ. ഈ അമ്മയുടെ മക്കളല്ലേ ഞങ്ങളെല്ലാവരും. ഞങ്ങളിവിടെ നിന്ന് എന്തോ കുഴപ്പം? നിങ്ങളും മക്കളൊക്കെ തന്നെ. ഞാൻ അമ്മയൊന്ന് പരിശോധിക്കട്ടെ. ഞാനൊരു ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽസ് നടത്തുന്ന ആളല്ലേ. അത്യാവശ്യം ചികിത്സ നടത്താനും അറിയാവുന്ന കൂട്ടിക്കോ. പ്ലീസ്, എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കാം. നന്ദിനിജി, വർഷേ, നീ പുറത്തേക്ക് പോ. ചെല്ല്, ഓടും പോ. അച്ഛനവിടെ നിൽക്കേ. BP ലോയാ, അതിന്റെയാ. ഷുഗർ ഉണ്ടോ അമ്മയ്ക്ക്? ഇല്ല. ഇപ്പൊ ഏതായാലും പേടിക്കാനൊന്നുമില്ല. ടെൻഷൻ ഉണ്ടോ അമ്മയ്ക്ക്? അമ്മ എന്തിനെയോ ഭയക്കുന്നു. അല്ല, ഇളയമോള് വർഷ അമ്മയെ പിരിഞ്ഞു പോകാൻ പോകുന്ന ടെൻഷനാണോ? ഒരു ടെൻഷനും വേണ്ട. എന്നോടൊപ്പല്ലേ വരുന്നേ. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടും വർഷയ്ക്ക് ഇങ്ങോട്ട് വേണമെങ്കിലും വരാലോ. ചുവടുകൾ എവിടെ വെക്കണമെന്ന് ഞാൻ പറയും. അതനുസരിച്ച് ചുവട് വെച്ച് നിന്ന് തന്നാ മതി. ബാക്കിയൊക്കെ ഈ വിദ്യ തീരുമാനിക്കും. വന്ദനമ്മേ, എടുക്കണ്ട. രാഗേന്റെയാ. മോള് പേടിക്കുന്ന എന്തിനാ? ഒന്നുമില്ല.
ഹലോ. ഫോൺ വിളിച്ചാൽ എടുക്കാൻ എന്താ എത്ര ബുദ്ധിമുട്ട്? എനിക്ക് തിരക്കുണ്ട്. രാഗി വിളിച്ച കാര്യം പറ. എനിക്കിപ്പോ തന്നെ ദിയമോളെ കാണണം. ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബുദ്ധിമുട്ടിയത് ശരിയാകില്ലല്ലോ. എനിക്ക് എപ്പോ വേണമെങ്കിലും ദിയമോളെ കാണാനുള്ള അവകാശമുണ്ട്. എന്നങ്ങ് തറപ്പിച്ച് പറയാതെ. ദിയമോളുടെ പേരിൽ നിനക്ക് മേലിൽ ഒരു അവകാശവും ഇല്ല എന്നും ദിയമോളെ ഒന്ന് കാണാനുള്ള അർഹത പോലും നിനക്കുണ്ടായിരിക്കുന്നതല്ല എന്നും മുദ്രപത്രത്തിൽ വ്യവസ്ഥ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. നീ മറന്നുപോയോ? വ്യവസ്ഥകളും ഒപ്പുമൊക്കെ നിനക്കെടുത്ത് പുഴുങ്ങി തിന്നാനേ കൊള്ളാവൂ. സ്വന്തം സഹോദരന്റെ മോളെ അപ്പച്ചിക്ക് കാണാൻ പാടില്ലെന്ന് ഒരു കോടതിയും വിലക്കില്ല. ഞാൻ മോളെ കണ്ടിരിക്കും. ഭീഷണിപ്പെടുത്താതെ. ഇനിയും ശല്യം ചെയ്ത നിയമപരമായി ഞാൻ നേരിടും. നിയമപരമായി നേരിടും അത്രേ. ആ, നേരിടും. കാണാം. എടി പീറ പെണ്ണെ, ഒരു വലിയ കമ്പനിയുടെ ഉടമസ്ഥയാണ് ഞാൻ. കോടീശ്വരി. കമ്പനി വക വക്കീലന്മാരുണ്ട്, കാശുണ്ട്. അവര് നിന്നെ കോടതിയിൽ നേരിട്ടോളൂ. എന്നെ ഒരു ചുക്കും ചെയ്യാൻ നിനക്ക് കഴിയില്ലടി. ഹലോ രാഖി തമ്പുരാട്ടി, ഞാൻ വർഷയാ. എന്നെ കെട്ടാൻ പോകുന്ന വിക്രമിനുമുണ്ട് ഈ പറഞ്ഞ വലിയ കമ്പനിയും വക്കീലന്മാരും ഒക്കെ. അതുകൊണ്ട് തമ്പുരാട്ടിയുടെ നിയമ പോരാട്ടം ഒന്ന് നേരിടാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. അറിയാമടി, വിക്രം എന്ന കോടീശ്വരനെ നീയും വളഞ്ഞു പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്റേതായ മാർഗം ഉപയോഗിച്ചാലേ നിനക്കും നിന്റെ കുടുംബത്തിനും അത് താങ്ങാനുള്ള ശക്തി ഉണ്ടായെന്ന് വരില്ല. നീ ഇപ്പൊ സ്വപ്നം കണ്ടതുപോലെ നിന്റെ ചേച്ചിയും സ്വപ്നം കണ്ടതാ ഒരു കോടീശ്വര പട്ടം. എന്നിട്ട് എന്തായി? അതായിരിക്കും നിന്റെ ഗതി. അങ്ങനെയാണെങ്കിലേ അത് ഞാനങ്ങ് സഹിച്ചു. ശരി, നമുക്ക് കാണാം. ആ കാണാം. മോള് പേടിക്കാതെ. ഇതൊക്കെ രാഖ്യാന്റിയുടെ ഓരോ നമ്പറുകളല്ലേ. മോളെ ആരും ഇവിടുന്ന് കൊണ്ടുപോയില്ല. അവള് വീണ്ടും തലപ്പൊക്കാണല്ലോ വർഷ. എനിക്കിപ്പോ ബലമായ സംശയമുണ്ട് ചേച്ചി. ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചത് രാഖിയുടെ ഗുണ്ടകളാണോന്ന്. ആ സംശയം എനിക്കുണ്ട്. എന്തായാലും മോളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.